റെറ്റിന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ദിവസം അവന് പാപത്തിൽ നമ്മളെ അടിമത്വത്തിലേക്ക് നടത്തുന്നു എന്നുള്ള ചിന്തയായിരുന്നു പറഞ്ഞത്. അതിൽ മുഖവരയായിട്ട് പറഞ്ഞത് ചില പാപങ്ങളിൽ നിന്ന് നമുക്ക് റീഹാബിലേഷൻ സെൻറ്ററിൽ പോയാൽ പോലും ആ പാപത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്ന അനുഭവം. കാരണം സിൻ ഡിസ്ട്രോയ്സ് ദ ഡിറ്റർമിനിങ് പവർ. മനുഷ്യൻ്റെ തീരുമാന ശക്തി നശിപ്പിച്ച് കളയുന്ന പാപം. അതുപോലെ തന്നെ ബാക്ക് സ്ലൈഡിങ്ങിൻ്റെ കാര്യവും പറഞ്ഞു. അനേകം ആളുകൾ തെറ്റിപ്പോകുന്നു. ചില കാര്യങ്ങൾ പിശാചിന് ക്ലെയിം ചെയ്യാനായിട്ട് അവരുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പിശാച് അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മിനിസ്ട്രി ടു ബാക്ക് സ്ലൈഡേഴ്സ്, തെറ്റിപ്പോകുന്ന ആളുകളോടുള്ള ശുശ്രൂഷ വലിയ പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ മറന്നു വരുന്നു. ഇന്ന് തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഈ പിശാച് ഈ പ്ലഷേഴ്സ് ഓഫ് സിൻ നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവന്ന് അത് എങ്ങനെയാണ് സാധാരണ ഉള്ളതിൽ നിന്ന് നമ്മളെ ഓവർ റൂൾ ചെയ്ത് നമ്മളെ കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ചിന്തയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അവന് ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് എടുക്കുന്ന കാര്യം. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായത്തിലെ മോശയുടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എബ്രായർ 11:24 മുതലുള്ള വാക്യം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തേക്കാൾ ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. സഫർ അഫ്ലിക്ഷൻ വിത്ത് ദ പീപ്പിൾ ഓഫ് ഗോഡ് റാദർ ടു എൻജോയ് ദ പ്ലഷേഴ്സ് ഓഫ് സിൻ. ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നതും പാപത്തിൻ്റെ പ്ലഷേഴ്സ് അനുഭവിക്കുന്നു. കൊട്ടാരത്തിൽ വളർന്ന മോശയെ സംബന്ധിച്ചിടത്തോളം അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവം അവനെ വിളിച്ച് ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അവനെ നേരെ മരുഭൂമിയിലേക്ക് നടത്തിയതും അവിടെ വന്ന് ദൈവം പ്രത്യക്ഷപ്പെട്ടതും ഒക്കെ നമുക്കറിയാമല്ലോ. ഇന്നും ഇതുപോലെ തന്നെ സിന്ന്, പാപം ഒരുപാട് ഓഫേഴ്സ് നമുക്ക് തരുന്നുണ്ട്. ഈ കൺസ്യൂമറിസ്റ്റിക് വേൾഡിൽ ഓഫറിൻ്റെ ഒരു സമയമാണല്ലോ. ഒന്ന് വാങ്ങിച്ചാൽ വേറൊന്ന് കിട്ടും എന്നൊക്കെ പറയുന്ന പോലെ ഈ പാപവും പെട്ടെന്ന് ഓഫറൊക്കെ തരുന്നുണ്ട്. എന്നിട്ട് ഈ ഓഫർ വന്നിട്ട് ഇതൊക്കെ ഹാബിറ്റായി മാറും. പാപം ചെയ്യുമ്പോൾ അത് അതിക്രമമാവും, പിന്നെ ഇനിക്വിറ്റീസായി മാറും. അത് തലമുറകളിലേക്ക് ആ ഹാബിറ്റായി മാറി കഴിയുമ്പോഴത്തേക്ക് അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യും. ഈ പല കാര്യങ്ങളും തലമുറകളിൽ കൈമാറ്റം ചെയ്യും. നമ്മൾ പറയും അതൊന്നും അങ്ങനെ വരത്തില്ല എന്നല്ല, അങ്ങനെയല്ല. പലതും അക്വേർഡ് അല്ലാതെ തന്നെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന അനേകം പാപങ്ങളുണ്ട്. ഡ്രഗ്സ്, ആൽക്കഹോള്, പോർണോഗ്രഫി, ഇതെല്ലാം തന്നെ ഒരു താൽക്കാലിക സുഖം തരും. പിന്നീട് അതില്ലാതെ വരുമ്പോൾ അതിനു വേണ്ടി അവൻ ക്രേവ് ചെയ്യുന്നതായിട്ട്, അതെങ്ങനെയെങ്കിലും അത് വേണം എന്നുള്ള അതിനു വേണ്ടി ക്രേവ് ചെയ്യും. അതിന് വിഡ്രാവൽ സിംറ്റം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നാണ്. അത് വീണ്ടും വേണം. കാരണം എന്താണ്? ഈ പാപം എന്ന് പറയുന്നത് ഡിസിപ്റ്റീവാണ്, അത് ചതിക്കുന്നതാണ്. അത് എപ്പോഴും തന്നെ ഓർത്താൽ മതി. നമ്മളെ അത് ഒരു സ്ലേവറിയിലേക്ക്, ഒരു അടിമത്വത്തിലേക്ക് നടത്തും. ഇവിടെ മോശ ദൈവജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ആ സമയത്ത് കിട്ടിയില്ല. അന്നേരം ഇമ്മീഡിയറ്റ് ഉള്ളത് എന്താണ്? കഷ്ടമാണ്. എന്നാണ് റിവാർഡ് വന്നത്? റിവാർഡ് വന്നത് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് റിവാർഡ് വന്നത്. ആ മരുഭൂമിയിൽ കൂടി നടത്തി അവിടെ ചെന്ന് അടുത്ത ആളിനെ ഏൽപ്പിച്ചു. ആ സമയം വരെ ദൈവമാണ് പിന്നെ മോശയെ കൊണ്ടുപോയത്. നമുക്കറിയാം ആ ഹിസ്റ്ററി എല്ലാം അറിയാം, ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഈ റിബല്യസ് ആയിട്ടുള്ള, ദൈവത്തോട് മറുതലിക്കുന്നതായിട്ടുള്ള ഈ വലിയ ഒരു ഗ്രൂപ്പിനെ ഈ മോശ നടത്തുന്ന ആ ഹാർഡ്ഷിപ്പ്, അതാണ് കഷ്ടം അനുഭവിക്കുന്നത്. അത് ഏറ്റെടുത്തു. ഒരു പ്രയോജനവും ഇല്ലാത്ത ജീവിതം ആണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. എന്നാൽ അതൊരു പ്രയോജനമുള്ള ജീവിതമാണെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിളി അവൻ ഉപേക്ഷിക്കാതെ അതെടുത്തത്. ഇന്നും ഇതുപോലുള്ള ബോണ്ടേജ് ഓഫ് സിന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഏറ്റെടുക്കുന്ന അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ട്. ഈ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കണ്ട് അതിൻ്റെ പുറകെ ലോകത്തിൽ പോയിട്ട് അതിൻ്റെ എൻഡ് എന്താണ്? അൾട്ടിമേറ്റ് ഫെയിലർ ആയിത്തീരുന്ന കാര്യം.
ബൈബിളിൽ ഒരുപാട് എക്സാമ്പിളുണ്ട്. ലോത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ലോത്ത് ഇതുപോലെ തിരഞ്ഞെടുക്കാൻ പോയത് ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പ്. വേൾഡ്ലി ആയിട്ട് എപ്പോഴും അങ്ങനെയാണ്, നല്ല തിരഞ്ഞെടുക്കും. ആദ്യം ബിരിയാണി സ്റ്റാർട്ട് ചെയ്ത് പച്ചവെള്ളത്തിൽ അവസാനിപ്പിക്കും പിശാച് എന്ന് പറയുന്ന പോലെ. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ നമ്മൾ ലോകത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പുറകെ പോകുമ്പോൾ പലപ്പോഴും എന്താണ്, നമ്മുടെ ജീവിതം തന്നെ ഡീഗ്രേഡ് ആയി പോകുന്നതായിട്ട് നമ്മളെ കാണാം. അതിന് പകരം ദൈവവചനം കേട്ടിട്ട് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഭവമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യം. ദിനം പ്രതി വചനത്താൽ കഴിയാൽ വിശ്വാസം ബലപ്പെട്ടു വരും. വിശ്വാസം ബലപ്പെടുന്നത് എന്തിനാണ്? ഇതിന് ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഒരു റിവാർഡ് ദൈവം വെച്ചിട്ടുണ്ട്, അത് തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അബ്രഹാം തന്നെ പറഞ്ഞത്, ആ ഇൻവിസിബിളായിട്ടുള്ള ആ ദൈവത്തിൻ്റെ കൈപ്പണിയായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനെ നിർമ്മിക്കാത്തതായ, ദൈവത്താൽ നിർമ്മിച്ചതായിട്ടുള്ള ആ വലിയ സിറ്റിക്കായിട്ട് ഞാൻ നോക്കി പാർക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിലങ്ങ് ജീവിച്ച് മരിച്ച് തീരാനായിട്ടല്ല, ഒരു എറ്റേണിറ്റി ഉണ്ട് എന്ന് നമ്മൾ മറന്നു പോരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം 1:21 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു ചെയ്തൊരു അത്ഭുതമാണ്. അവിടെ കാണുന്നത് പിശാച് ഒരു മനുഷ്യനിൽ കയറിയിട്ട്, ഒരു ഡെമൺ കയറിയിട്ട് അവനെ വിട്ടുപോകത്തില്ല, അശുദ്ധാത്മാവിനെ വിട്ടുപോകാതെ അവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇറ്റ്സ് എ സർപ്രൈസിങ് പവർ ഓഫ് സിൻ ടു റൂൾ ഓവർ പീപ്പിൾ. പിശാച് ഇങ്ങനെ ഈ പാപം കുത്തിക്കയറ്റി ഒരിക്കലും അവനിൽ നിന്നത് വിട്ടുപോകാനായിട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? പിശാച് ചോദിക്കുന്നതാണ്, കർത്താവിനോട് ചോദിക്കുന്നതാണ്. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ എന്നെ നശിപ്പിക്കാൻ വന്നുവോ? നീ ആരാന്ന് എനിക്കറിയാം, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, എന്നെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവൻ്റെ കൂട്ടത്തിൽ ഇരുന്നോളാം, ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിശാച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. യേശു അവിടെ പറഞ്ഞത്, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ എന്നാ പറയും. ബി ക്വയറ്റ് ആൻഡ് കം ഔട്ട് ഓഫ് ഹിം. സി, അവൻ ആദ്യം നേരത്തെ പറഞ്ഞ അവൻ പ്ലൂറലായിട്ടാണ്. ലെറ്റസ് ബി എലോൺ, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നോളാം, ഞങ്ങളാരെയും ശല്യപ്പെടുത്തത്തില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഇന്ന് അനേകം ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്, ഈ പാപവുമായിട്ട് കൂടി അങ്ങ് ഇരിക്കുക. എനിക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് ഞാൻ മദ്യപിക്കുന്നത്, നിങ്ങളെന്നോട് ചോദിക്കുന്നത് എന്തിനാ? ഞാനത് ജീവിച്ചോളാം, എനിക്കതിൻ്റെ എന്ത് ഭവിഷ്യത്ത് വന്നാലും ഞാൻ ഏറ്റെടുത്തോളാം. എത്രയോ ഭവനങ്ങൾ നിങ്ങൾക്കറിയാമോ, എത്രയോ ഭവനങ്ങൾ ഇന്ന് ദാരിദ്ര്യത്തിലും അതുപോലെ കൊടുമ്പിരി കൊണ്ടിരിക്കുക. ഈ മദ്യമൊക്കെ കഴിച്ച് അതിൻ്റെ കഴിഞ്ഞ ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ആശുപത്രിയിൽ പോകേണ്ടി വരിക, ചില സാധനം ലിവർ അടിച്ചു പോവുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ആശുപത്രിയിൽ പോവുക. എത്രയോ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു അവരുടെ ഭവനമൊക്കെ എഴുതി വിറ്റ്. പണ്ടൊരു പാട്ട് കേട്ടുണ്ട്, കുടിയാ നീ കുടിക്കുകിൽ മരിക്കും എന്നൊക്കെയുള്ളൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അങ്ങ് അഡിക്ഷൻ. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മദ്യപാനികളുടെ എണ്ണം അങ്ങ് കൂടി വരിക. ഇത് രഹസ്യത്തിൽ കഴിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അതെനിക്ക് പറയുന്നതിൽ ലജ്ജയൊന്നുമില്ല. വിശ്വാസിയാന്ന് പറയും, എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് പറയും, എന്നിട്ട് ആരും അറിയാതെ വീട്ടിൻ്റെ മൂല്യം വാങ്ങിച്ചു വെച്ച് കഴിക്കും. ഇങ്ങനെയുള്ളവർ ഒരുപാടുണ്ട്. അതിന് എന്താ അഡിക്ഷനാണ്. എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ലെറ്റസ് ബി എലോൺ, ലെറ്റസ് എലോൺ, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നോളാം എന്ന് വെച്ചാൽ എന്നെ നീ ഫ്രീ ആക്കണ്ട എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു സൗഖ്യമാക്കുന്നതിന് മുമ്പൊക്കെ പലരോടും ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ അതൊന്നും ചോദിക്കുന്നില്ല. ഈ പിശാചിനോട് പറയാം, മിണ്ടരുത്, അവനെ വിട്ടുപോകാനായിട്ട് പറയുന്നു. ഇവിടെ ഈ മനുഷ്യനെ വിടുവിക്കാനായിട്ട് അസാധ്യമായിരുന്നു, കാരണം അവന് ഡെമൺ പൊസസ്ഡ് ആയിരുന്നു. ഇതുപോലെ തന്നെ ചില പാപങ്ങൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ എത്ര ശ്രമിച്ചാലും ഈ പാപങ്ങൾ നമ്മളിൽ നിന്ന് മാറത്തില്ല. എസ്പെഷ്യലി പ്രധാനപ്പെട്ട ചില പാപങ്ങളാണ് നേരത്തെ പറഞ്ഞ സെക്ച്വൽ സിൻസ്, ഡ്രഗ് അഡിക്ഷൻ. സാത്താൻ ഒരു ചെയിൻ ഇട്ട് പൂട്ടിയതുപോലെ പൂട്ടിയിരിക്കുക. ഇതൊക്കെ നമ്മുടെ കൾച്ചറിനെ തന്നെ, ഈവൻ ജനറേഷനെ പോലും ബാധിക്കുന്നൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ ഓർഡർ തന്നെ ഇത് തകിടം മറിക്കും. നമുക്കറിയാം, ഇന്ന് LGBTQI++ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഓർഡർ മാറ്റുന്ന കാര്യം, ഹോമോസെക്ച്വാലിറ്റി, പ്രോണോഗ്രഫി വിൽ ബ്ലൈൻഡ് അവർ ഐസ്, നമ്മുടെ കണ്ണുകളെല്ലാം കുരുടാക്കി കളയും. അഡൽട്ടറി,
വ്യഭിചാരം, ഫോർണിക്കേഷൻ. ഇന്ന് സഭകളിൽ പോലും ഹോമോസെക്ച്വൽസിൻ്റെ മാരേജ് നടത്തി കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വെസ്റ്റേൺ കൾച്ചറിൽ അതിപ്പോൾ ഇന്ത്യയിലും ആയിട്ടുണ്ട്. ഹോമോസെക്ച്വൽസിൻ്റെ മാരേജ് നടത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന് എന്ത് വിപരീതമായിട്ടുള്ളതാണ്. ഗവൺമെൻറ് ലൈസൻസ് ഫോർ പ്രാക്ടീസിങ് സെക്സ്, ദേ ആർ കാൾഡ് സെക്സ് വർക്കേഴ്സ്. ഗവൺമെൻറ് ലൈസൻസ് കൊടുത്തിരിക്കുക. ഇന്ന് ഇങ്ങനെയുള്ള അഡിക്ഷനകത്ത് ആയിരിക്കുന്ന വലിയൊരു സമൂഹം, വിശ്വാസ സമൂഹത്തിൽ ഒരുപാട് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടതാണ് കോട്ടയത്ത് സംഭവിച്ച കാര്യം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മത്തായി 17:21 പറയുന്ന, വിശ്വാസത്താലും ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. നമ്മുടെ ഉള്ളിൽ ഹാർട്ടിൽ തന്നെ ഒരു ഹൃദയത്തിലൊരു ആഗ്രഹം ഉണ്ടാവണം. ആ ആഗ്രഹവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഉപവസിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഒരു ഡെലിവറൻസ് നമുക്ക് വന്നു ചേരുന്നതായിട്ട് കാണാം. ഒരിക്കൽ നിങ്ങൾ പാപത്തിൽ വീണാൽ സാത്താൻ വീണ്ടും നിങ്ങളെ കുറ്റം ചുമത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഈ കുറ്റം ചുമത്തുമ്പോഴേ, ഗിൽറ്റി ഫീലിംഗ് വരുമ്പോഴേ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകാനായിട്ട് സാധ്യം. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫെലോഷിപ്പിൽ നിന്ന് പുറത്താകും. ദൈവത്തിനുള്ള ഫെലോഷിപ്പ് മാത്രമല്ല, നിങ്ങൾ പോകുന്ന സഭയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ നമുക്കൊരു പ്രോമിസ് ഉണ്ട്. 1 യോഹന്നാൻ 1:9 നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. ദൈവം നമുക്കൊരു വഴി തുറന്നിട്ടുണ്ട്. ഫ്രം എസ്കേപ്പിംഗ് ദ ഗിൽറ്റ് ഓഫ് സിൻ, അഡിക്ഷൻ. ഒന്നുമില്ല, പാപമൊന്ന് ഏറ്റു പറഞ്ഞ് തിരിച്ചു തന്നാൽ മതി. ദൈവത്തിൻ്റെ ആ ക്ലെൻസിങ് പവറിലൊന്ന് ഡിപ്പെൻഡ് ചെയ്താൽ മതി. ആ കർത്താവിൻ്റെ നീതി നമ്മളിലേക്ക് വരണമെങ്കിൽ അതിനുവേണ്ടി അവൻ രക്തം നമുക്ക് വേണ്ടി ചരിഞ്ഞ്, അത് പെർമനൻ്റാണ്, അത് അൺറിവേഴ്സിബിളാണ്, അത് തിരിച്ച് കൊണ്ടുപോകുന്നതല്ല, അത് എന്നേക്ക് പെർമനൻ്റാണ്. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകാൻ തന്നിരിക്കുന്നു, ആരും അത് നിങ്ങളിൽ നിന്ന് എടുക്കുകയുമില്ല. യോഹന്നാൻ 10:28 പറയുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അത് ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അതുകൊണ്ട് യേശു നമുക്ക് വലിയൊരു വീണ്ടെടുപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കണം, നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവമാണ് റെസ്പോൺസിബിളായിട്ട് നമ്മളെ നിർത്തുന്നത്. ആ ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. വീഴാതെ വണ്ണം ദൈവത്തിൻ്റെ മഹിമാസന്നിധിയിൽ നിൽക്കുവാൻ യൂദയുടെ ലേഖനത്തിൽ പറയുന്നതാണ്. വീഴാതെ വണ്ണം നിർത്തുന്നത് എൻ്റെ ഉത്തരവാദിത്വമല്ല, ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഒറ്റയൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടേ ഉള്ളൂ, വീഴും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഞാൻ വീഴും, എപ്പോഴും വീഴാൻ സാധ്യതയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. പാപം ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നതിന് കള്ളനാവുന്നു എന്ന് 1 യോഹന്നാൻ 1:8 പറയുന്നു. അതുകൊണ്ട് ദൈവം നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നമ്മളെ ദൈവം മുറുകെ പിടിച്ചിരിക്കുകയാണ്, ആരും അതൊരിക്കലും കൊണ്ടുപോകുകയില്ല. അതുകൊണ്ട് ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരു പാപത്തിൽ വീണുപോയി എങ്കിൽ അതിൽ ഷൈയായി മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ദൈവമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുക എന്നുള്ള ഏറ്റവും ആവശ്യമാണ്. എന്നാൽ എല്ലാം ദൈവം ചെയ്തോളൂ, എനിക്ക് തോന്നിയ പോലെ അങ്ങ് പോകാം എന്നുള്ളതല്ല, ദൈവം എല്ലാം നോക്കിക്കോളുമല്ലോ എന്നുള്ളതല്ല. നമുക്കും അവരായിട്ടുള്ള ഒരു റോളുണ്ട്. 1 യോഹന്നാൻ 5:18-19 വാക്യങ്ങൾ നമ്മൾ പറ്റുമെങ്കിൽ അത് കാണാതെ പഠിച്ചാൽ നല്ലതാണ്. 1 യോഹന്നാൻ 5:18-19 വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അതൊരു നോളജാണ്, നമുക്കുള്ളൊരു നോളജാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. നമ്മുടെ റോളാണത്, തന്നെത്താനെ സൂക്ഷിക്കണം. ദുഷ്ടൻ അവനെ തൊടത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തന്നെത്താനെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഒരു സെൻസിറ്റീവ്നെസ് ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. പാപത്തിലേക്ക് പോകുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലെ അത് പറഞ്ഞു തരും, നീ പോകുന്ന വഴി തെറ്റാണ്. അപ്പോഴെന്താണ് ആ സെൻസിറ്റീവ്നെസ് നമുക്ക് വരുമ്പോൾ, അത് ക്ലിയറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പറയുമ്പോഴേ നമ്മൾ ആ പാപത്തിന് അടിമയാകുകയല്ല ചെയ്യേണ്ടത്,
പിശാച് പിന്നെയും പിടിക്കാൻ വന്നുകൊണ്ടേയിരിക്കും. കാരണം പിശാചിൻ്റെ മെയിൻ പരിപാടി അതാണ്. അവൻ മാത്രമല്ല, അവൻ്റെ ദൂതന്മാരും ഡെമൺസും എല്ലാം ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് തള്ളിയിടേണ്ടത്. അപ്പോൾ ആ ഡിസേൺമെൻറ്റ് തള്ളാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നുണ്ട്. ആ ഡിസേൺമെൻറ്റ് നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോഴേ അവിടെ ഒരു ഫൈറ്റ് നടക്കുക. എന്തോ ഫൈറ്റാണ് നമ്മുടെ മൈൻഡിൽ. പാപം ചെയ്യണോ വേണ്ടേ. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൂടുതലാണ്, അല്ലെങ്കിൽ ബലം കൂടുതലുണ്ട്, ദൈവവചനത്താൽ നിറഞ്ഞ് നിങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയൊരു വിക്ടറി വരികയാണ്. നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ ദൈവവചനോടെ ജയിക്കും, പിശാച് അവിടെ തോൽക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല, ദൈവവചന പഠനമില്ല, ഫെലോഷിപ്പില്ല, അങ്ങനെയൊക്കെ ഉറങ്ങി തൂങ്ങി ഒക്കെ ഇരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി എന്താ വരുന്നത്? അതൊക്കെ സാരമില്ല, ദൈവം ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും തെറ്റ് ചെയ്യാനായിട്ട് പോകും. 3-4 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത പോലെ കരച്ചിലും നിലവിളിയും കണ്ണുനീരുമാകും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്നോട് കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഞാൻ വീണ്ടും പറയുകയാണ്, പിശാച് നമ്മളെ തെറ്റിക്കുന്ന ഒരു വിധമാണ് പാപത്തിൻ്റെ ബോണ്ടേജിൽ വീണ്ടും നമ്മളെ കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്നവർ, അങ്ങനെ ഒരു രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ആ സെൻസിറ്റീവ്നെസ്സിൽ, പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സെൻസിറ്റീവ്നെസ്സിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ പറഞ്ഞ 1 യോഹന്നാൻ 5:18-19 വാക്യങ്ങൾ പറയുന്ന പോലെ നാം ദൈവത്തിനുള്ളവർ ആകണം എന്ന് നാം അറിയണം. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ മറന്നുപോകരുത്. അങ്ങനെ തന്നെത്താൻ സൂക്ഷിക്കുന്നവരെ ദുഷ്ടൻ തൊടുന്നില്ല എന്ന് കാണും. ദുഷ്ടൻ തൊടാതിരിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ തന്നെത്താൻ സൂക്ഷിക്കണം. തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കണം. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് പാപം ചെയ്യാത്തതെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നതുകൊണ്ട് അവനെ തന്നെത്താൻ സൂക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ സഹായിക്കുന്നു. നിങ്ങൾ ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള പാപത്തിൽ നിന്നും ദൈവം നമ്മളെ വിടുവിച്ചതിനാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലെ പ്രവേശനമുണ്ട്. അവനോട് ചേർന്നുള്ള കൂട്ടായ്മയിൽ ജീവിക്കാം. തീർച്ചയായും ഇന്നത്തെ ചിന്ത നമുക്കെല്ലാം അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും പിശാച് നമ്മളെ തെറ്റിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നാളെയും ചിന്തിക്കാം. എല്ലാ ദിവസവും ഇത് വാച്ച് ചെയ്യണം, കേൾക്കണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലെല്ലാം വലിയൊരു മുതൽക്കൂട്ടാവട്ടെ. പ്രാർത്ഥിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കണമേ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായിട്ട് സ്തോത്രം. ഞങ്ങളിതിൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചില രോഗത്തിൻ്റെ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവർ ഇതിനെ കേൾക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഹെർണിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചില പ്രയാസങ്ങൾ, കർത്താവേ, വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് മാറിപ്പോകട്ടെ, ആ പ്രയാസങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴുത്തിലെ മുഴ വന്നിരിക്കുന്ന ഒരു വ്യക്തി ഓപ്പറേഷന് വേണമോ എന്നൊക്കെ ഭയപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇത് കാണുന്നു, ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴയെല്ലാം ആ സ്ഥാനത്ത് നിന്ന് മാറി നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ ഏറ്റെടുത്തൊന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ കൈ ആ മുഴയുടെ ഭാഗത്തൊന്ന് വെച്ച് ആ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇന്ന് വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് തരും. കർത്താവേ, ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് വലിയൊരു വിടുതൽ നീ കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ വേദനയിലിരിക്കുന്ന ചില ആളുകൾ ശ്രദ്ധിക്കുന്നു. ദൈവമേ, അത് എന്താണെന്നറിയത്തില്ല. ഞരമ്പിൻ്റെ ഇഷ്യൂസാണോ, പ്രസ്സിംഗ് ആണോ, എന്താണെന്നറിയത്തില്ല. നീ വലിയൊരു വേദനയിൽ വലിയൊരു വിടുതൽ കൊടുക്കുകയും അതെല്ലാം നോർമലാക്കി കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്തിരിക്കുന്ന വിടുതലിനായിട്ട് സ്തോത്രം. വിശ്വാസത്തോടെ ഏറ്റെടുത്തവർക്ക് നീ കൊടുത്ത എല്ലാ വിടുതലിനായിട്ട് സ്തോത്രം. കർത്താവ്, ഇന്നും പിശാച് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ കർത്താവ്, ഏതെങ്കിലും പാപത്തിൻ്റെ അടിമത്വത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവമേ, അവരെ ഹൃദയ വാഞ്ചയോടുകൂടി ഇപ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴേ പൂർണ്ണമായിട്ടുള്ളൊരു ക്ലീനിങ് അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ഡീപ്പായിട്ടുള്ള അത് പിഴുതെടുക്കുമ്പോഴുള്ള മുറിവുകൾ, കർത്താവെ, അതെല്ലാം ക്യൂറായി വരത്തക്ക രീതിയിൽ കർത്താവിൻ്റെ കയ്യ്, കർത്താവിൻ്റെ കുരിശ് അവിടെ വെച്ച് കർത്താവെ നീ സൗഖ്യമാക്കുകയും വിടുതൽ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിച്ചോർത്ത സ്തോത്രം.
ഈ ദിവസങ്ങളിൽ നിൻ്റെ കൃപ അവരുടെയൊക്കെ ജീവിതങ്ങൾ കൂടുതലായിട്ട് വ്യാപരിക്കട്ടെ. ദൈവവചനത്തിലും പ്രാർത്ഥനയിലും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ദൈവം നിങ്ങൾക്ക് വിടുതൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ അയച്ചാൽ ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള ഒരു സമയമായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റും അത് അയച്ചു തന്നാൽ വെള്ളിയാഴ്ച തോറുമുള്ള ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രെയറിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടണം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.